തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി.ജെ.പി. നേതാക്കളുടെ തന്നെ പങ്ക് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികളും സഹപ്രവർത്തകരായ കൗൺസിലർമാരടക്കം അനിൽ പ്രസിഡന്റായ ജില്ലാ ഫാം ടൂറിസം സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ശേഷം തിരിച്ചടച്ചിട്ടില്ല. ബി.ജെ.പി. കൗൺസിലർമാരായ സിമി ജ്യോതിഷും മറ്റൊരു നേതാവായ രമേശനും 12 ലക്ഷം രൂപയാണ് ബാങ്കിന് നൽകാനുള്ളത്. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഞ്ജന 8 ലക്ഷം രൂപയുടെ വായ്പ ഇതേ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മറ്റൊരു ബി.ജെ.പി. കൗൺസിലറായ മഞ്ജുവും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. പുന്നയ്ക്കാമുകൾ കൗൺസിലറായ മഞ്ജു 10 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരിക്കുന്നത്. ഇവരെ കൂടാതെ ബി.ജെ.പിയിലെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ബി.ജെ.പി. നേതാക്കൾ തന്നെ പണം തിരിച്ചടയ്ക്കാതായതോടെ ബാങ്ക് പൂർണ്ണമായി പ്രതിസന്ധിയിലായി. പലതവണ നേതാക്കളോട് അനിൽ ആവശ്യപ്പെട്ടിട്ടും ഇവരൊന്നും പണം തിരിച്ചടച്ചില്ല. തുടർന്നുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അനിലിൻ്റെ ആത്മഹത്യയിലേക്ക് വഴിവെച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അനിലിൻ്റെ മരണത്തിൽ ബി.ജെ.പിയിലും ആർ.എസ്.എസിലും കടുത്ത അതൃപ്തി പുകയുകയാണ്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷിൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് അഞ്ജന ദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ ബി.ജെ.പി. മുൻ കവടിയാർ കൗൺസിലർ ഹരിശങ്കർ തന്നെ രംഗത്തെത്തി. പാർട്ടി നേതൃത്വം അനിലിനെ സംരക്ഷിച്ചില്ല എന്നും അനിൽ തന്നെ തന്നോട് നേരിട്ട് ഇക്കാര്യം പറഞ്ഞതാണെന്നും ഹരിശങ്കറിൻ്റെ കമൻറ്റിൽ പറയുന്നു. ഹരിശങ്കർ പ്രതികരിച്ചതോടെ അഞ്ജന നേരത്തെയിട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. ആർ.എസ്.എസിൻ്റെ മഹിളാ ഐക്യവേദി നേതാവായിരുന്നു അഡ്വക്കേറ്റ് അഞ്ജന ദേവി. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാണ് അഞ്ജന. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാറും അഞ്ജനയും ചേർന്നാണ് ബാങ്ക് സെക്രട്ടറി നീലിമ ആർ. കുറുപ്പിനെ സംരക്ഷിക്കുന്നത് എന്ന ആരോപണവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നു. അതേസമയം കേസിന്റെ അന്വേഷണം കണ്ടോൺമെന്റ് എസ്.ഇ.പിക്ക് കൈമാറി. ആരോപണ വിധേയരിൽ നിന്ന് ഉടൻ പോലീസ് മൊഴിയെടുക്കും എന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.